കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അലയമൺ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. കരികോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി സിന്ധുറാണി തന്നത് അതിന്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിരവധിയായിട്ടുള്ള അംഗൻവാടികൾ, അതുപോലെ ആശുപത്രികൾ, അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി റോഡുകളൊക്കെ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു. ശുചിത്വത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ വിലമതിക്കാനാകാത്ത നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ MCF-ന്റെ കാര്യം, അതുപോലെ പൊതു മാർക്കറ്റ്, സണ്ണപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ കായിക പ്രേമികളുടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ സ്റ്റേഡിയം സ്ഥാപിച്ചു. അതൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക, പഞ്ചായത്തിന്റെ എടുത്തു പറയത്തക്ക നേട്ടം തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. അതിലൊന്നാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതിദാരിദ്ര്യമില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു. അതിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതിനെ സസന്തോഷം ഏറ്റെടുക്കുകയും നമ്മുടെ വാർഡ് പ്രതിനിധികളുടെ അറിവോടുകൂടി അവരുടെ ഉത്തരവാദിത്തമായിരുന്നു വാർഡില് ഏറ്റവും പാവപ്പെട്ടവരെ, അതിദരിദ്രരെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ വികസന രേഖ അവതരിപ്പിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് വികസന രേഖ പ്രകാശനം നടത്തി. ചടങ്ങിൽ തൊഴിലുറപ്പുമേറ്റുമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരെ അനുമോദിച്ചു. കില റിസോഴ്സ് പേഴ്സൺ സജീവ് പാങ്ങലങ്ങാട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഗീതാകുമാരി, എം മുരളി, മിനി ധാനിയേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുലേഖ, ശോഭന, അമ്പിളി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ഹംസ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. കഴിഞ്ഞ 5 വർഷം അലയമൺ പഞ്ചായത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്ററിയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ലൈഫ് വെറുമൊരു ഭവന പദ്ധതിയല്ല, അതൊരു സാമൂഹിക വികസന ദൗത്യമാണ്. അർഹരായ മുഴുവൻ പേർക്കും പാർപ്പിടം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം. 2021-22 മുതൽ ലൈഫ് ഭവന പദ്ധതി, PMAY ഭവന പദ്ധതി എന്നിവയിലൂടെ 14 കോടി രൂപ ചെലവിൽ 356 വീടുകൾ നൽകി. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് ആരോഗ്യമുള്ള നാടിനെ സൃഷ്ടിക്കുന്നത്. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ പൂർണ്ണമായി മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് ബഹുജന പങ്കാളിത്തത്തോടെ വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ നടത്തി. ആരോഗ്യ മേഖലയിൽ അനുയോജ്യവും സമഗ്രവുമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയോടെ അലയമൺ കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷണം, പ്രതിരോധം, ചികിത്സ, സാന്ത്വന പരിചരണം എന്നിവ അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാക്കുക. പകർച്ചവ്യാധി രോഗനിയന്ത്രണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, മാതൃശിശു സേവനങ്ങളുടെ ശാക്തീകരണം എന്നിവയും നടപ്പാക്കുന്നു. പൊതുജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിൽ മികച്ച സൗകര്യങ്ങളോടെ ലാബ് പ്രവർത്തിച്ചു വരുന്നു. വികസന സദസ്സുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ കൗണ്ടറിനോട് ചേർന്ന് പ്രവർത്തിച്ച കെ സ്മാർട്ട് ക്ലിനിക്ക് ശ്രദ്ധേയമായി. നാട്ടുവാർത്ത, അഞ്ചൽ.